നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആന്റി, അത് കണ്ടോ? കുടുംബശ്രീ ഹോട്ടലിലെ പുതിയ പാചകക്കാരൻ ആരാന്ന് കണ്ടോ? ആന്റിയെ ശാലിനി വന്ന് പ്രത്യേകം ക്ഷണിച്ച എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായി. രാമായണ പൂജയിൽ പങ്കെടുക്കാനൊന്നുമല്ല, ആന്റിയുടെ മോനെ കൊണ്ട് കുടുംബശ്രീ ഹോട്ടലിലെ അടിമപ്പണി ചെയ്യിക്കുന്നത് കാണിക്കാനാ. ഹാ, ആന്റിയുടെ വീട്ടിൽ വന്നപ്പോ ശാരദാമ്മ പലവട്ടം കണ്ണീരോടെ ഇറങ്ങിപ്പോയതല്ലേ. അന്ന് ശാലിനി ശാരദാമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ടാവും, ആന്റിയുടെ മോനെ അവരുടെ വേലക്കാരനാക്കുന്നത് ആന്റിക്ക് തന്നെ കാണിച്ചു തരാന്ന്. ശാലിനി, സത്യമാ. എന്താ എന്താ ഇവിടെ നടക്കുന്നേ? എന്താ സത്യമേ? എന്റെ മകനാണോ ശാരദാമ്മേ നിങ്ങളുടെ ഓടംകൊല്ലി ചായക്കടയിലെ പാചകക്കാരൻ? അത് അമ്മ എന്തൊക്കെയാ പറയുന്നേ? കൺമുന്നിൽ കണ്ട കാര്യ വിഷ്ണുവേട്ടാ ഭാമാന്റി പറഞ്ഞത്. എന്റെ അമ്മ അതങ്ങനെയൊന്നും അല്ല. മിണ്ടിപ്പോകരുത് നീ. അവന്റെ ഒരു വേഷവും നിപ്പും. സത്യമ തെറ്റിദ്ധരിച്ചതാ. ഇത് ഇവിടെ പാചകമല്ലാതെ എന്താ ശാലിനി നടക്കുന്നേ? പുളിങ്കുരു പെറുക്കുന്നോ? അമ്മേ, എനിക്ക് സംസാരിക്കാമോ? ഹാ, നീ എന്ത് പറയാനാ? സുസ്മിതേ, അവള് സംസാരിക്കട്ടെ. ഇവർക്കിതെന്താ? എന്നോട് പിണങ്ങി ഇറങ്ങി വന്നതാ എന്റെ മക്കള്. പൂജയ്ക്ക് വിളിച്ചപ്പോ പരിഭവം മറന്ന് ഞാൻ വരാൻ തയ്യാറായി. എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപമാനിക്കാനാണെങ്കിൽ പിന്നെ ഞാനും എന്റെ മക്കളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇനി എന്റെ മകൾക്ക് സംസാരിക്കാം. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? അമ്മയുടെ, സത്യഭാമയുടെ മകള്. ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം നോക്ക്. ആരുടെയെങ്കിലും കയ്യിൽ ഒരു തരി കരി പുരണ്ടിട്ടുണ്ടോന്ന് നോക്ക്. ഇനി ആണുങ്ങളെ നോക്കിയേ. എല്ലാവരും പാചകക്കാര്. സത്യഭാമയുടെ മകൻ മാത്രമല്ല, മരുമകനും കോളേജ് ലെക്ചറായ രാജീവ് സാറും. സമയം കളയാൻ വേണ്ടി ഞങ്ങൾ ഒരു ടാസ്ക് കൊടുത്തതാമേ ഇവർക്ക്. ഒരു ഗെയിം. അല്ലെങ്കിൽ അർജുനേട്ടൻ ജോലി ചെയ്യുന്നത് കണ്ടോണ്ട് ഞാനും, വിഷ്ണുവേട്ടൻ ജോലി ചെയ്യുന്നത് കണ്ടോണ്ട് ശാലിനിയും, രാജീവ് സാറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ശാരിക എവിടെ ഇങ്ങനെ നിൽക്കുവോ? ആന്റി വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. നീ മിണ്ടരുത് സുസ്മിതേ. എന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ അറിയാം. നീ അമ്മയുടെ തലയ്ക്കകത്ത് കയറി ഇരിക്കണ്ട. ആന്റി, പ്രീതി പറയുന്നത് കേട്ടോ? പ്രീതി പറഞ്ഞതാ സുസ്മിത, ശരി. സൂക്ഷിക്കണേ മോളെ, അവൾ എന്തും ചെയ്യും. പിന്നെ രോഹിത്തോട്ടിലെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവൾക്ക് തന്നെ ഭ്രാന്തളയ പോലെയാ. പ്രീതി, ശരി അച്ഛാ, ഇവിടെ പൂജ തുടങ്ങിയതേ ഉള്ളൂ. എന്നാ ശരി മോളെ. നീ വെച്ചോ. ശരി.
അച്ഛൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നു. ഹ, എടി പൂജ അടക്കല്ലേ, നീ അധികല്ലേ, അവരവിടെ അന്വേഷിക്കുന്നുണ്ട്. ശരി. അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല, ഈ വീട് മൊത്തം അലങ്കരിക്കണ്ടേ? സന്ധ്യ ആവുമ്പോഴേക്കെങ്കിലും കഴിയോ? അത് കഴിയും. ആ പിന്നെ വേറൊരു കാര്യം. എന്താ? ഈ ഭക്ഷണം കഴിക്കാറാകുമ്പോ ഒന്ന് കഴിച്ചോണേ. ശരി സാർ. പോട്ടാ. അവന് സംശയമില്ല തോന്നിക്കാണുമോ? ഏയ് ഇല്ല. അവൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ എങ്ങനെയാ ശരിയാവുക? നമ്മളെ പണി നടക്കൂല. നമ്മളെക്കാൾ വലിയ ഗുണ്ടയാവൻ. നമുക്കുള്ള അവസരം വേണ്ടി കിട്ടൂടാ. നീ ഒന്ന് ക്ഷമ കാണിക്കും. ശ്രീരാമ രാമ രാമേതിരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാനന. എന്തു പറ്റി? അച്ഛൻ വിളിച്ചിട്ട്. മുഖ്യ പൂജയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലക്ഷണവശാൽ കാണുന്ന ചിലത് പറഞ്ഞോട്ടെ. പറയണം തിരുമേനി. പൂജാവേളകളിൽ കണിമംഗലത്തിന് ജ്ഞാനദൃഷ്ടി ഉദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പറയുന്നത് അച്ചട്ടാവുന്നു. സീതാരാമന്മാരെ പോലെ ശ്രേഷ്ഠ ദാമ്പത്യമാണ് ഈ 3 ജോഡി ദമ്പതികൾക്കും വിധിച്ചിരിക്കുന്നത്. ഏത് ശൂർപ്പണക വിചാരിച്ചാലും ഇവരെ തമ്മിൽ പിരിക്കാനാവില്ല. മൂക്കും മറ്റവയവങ്ങൾക്കും ഭംഗം നേരിടുമെന്ന് മാത്രം. ഓ പിന്നെ ഇയാള് പറഞ്ഞ ഉടനെ അങ്ങ് നടക്കുകയല്ലേ. ഓലക്കേടെ മൂട്. പിന്നെ മുന്നിൽ കാണുന്നത് പറയാനല്ലോ അല്ലേ? പറയണം തിരുമേനി. ഇക്കൂട്ടത്തിൽ ഒരു ദമ്പതികൾക്ക് വിരഹദുഃഖം വിധിച്ചിട്ടുണ്ട്. ദൈവമേ അനുഗ്രഹിക്കണേ. ഭാര്യ മരണത്തിന്റെ വക്കുവരെ എത്തും. അയ്യോ, ശേഷം ചിന്തിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.